ഹലോ. അങ്ങനെ നമ്മുടെ സോജയുടെ കല്യാണ തലേന്ന് എത്തിയട്ടോ. അങ്ങനെ വർക്കിന് പോവുക. വെഞ്ഞാറമൂട് വെച്ചിട്ടായിരുന്നു. അങ്ങനെ പോണ വഴിക്ക് നെടുമങ്ങാട് ഇറങ്ങി അവൾക്ക് ആവശ്യമുള്ള വളയൊക്കെ മേടിച്ചിട്ട് ബസ്സിലാട്ടോ പോയത്. ചേട്ടൻ നെടുമങ്ങാട് ആക്കി തന്നു. പിന്നെ ബസ്സിലാണ് പോയത്. ബസ്സിൽ കയറിയിട്ട് കുറേ നാളായില്ലേ, അതിൻ്റെതേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ടൂ വീലറിൽ പോയി ബസ്സിൽ പോകണവരെ ആലോചിക്കുമ്പോഴേ ഒരു പാടാട്ടോ. അങ്ങനെ പോയി പെരപ്പങ്കോട് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ അവിടുത്തെ ഓഡിറ്റോറിയമായിരുന്നേ. അവിടെ പോയി കുറേ നേരം നിന്നു അവളെ വെയിറ്റ് ചെയ്തു. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ലേറ്റ് ആയിരുന്നു അവൾ. പിന്നെ ഞാനവിടെ പോസ്റ്റായി തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവിടെ അങ്ങനെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ എത്തി കേട്ടോ. പക്ഷെ മേക്കപ്പ് റൂം എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ ഓഫീസ് റൂമിൽ ഇപ്പോൾ ചോദിച്ചു. അവിടുത്തെ അങ്കിൾ പറഞ്ഞു ഇതുപോലെ മുകളിലാണ്, ലിഫ്റ്റ് കയറി പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ സാധനങ്ങളെല്ലാം പറക്കി കെട്ടി നേരെ മുകളിലോട്ട് ഇട്ടു. മുകളിലെത്തിയപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ അവിടെ. റൂമിൽ വെട്ടം കാണുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ലൈറ്റ് മിററും ഫാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോയി. വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റ് ആയെങ്കിലും അതിൻ്റേതായ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ ഭയങ്കര കൂൾ ആൻഡ് ചിൽ മൈൻഡ് ആയിരുന്നു കേട്ടോ. അവൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവളുടെ ഫേസും ഹെയറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അവളുടെ ഫാമിലിക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. അവളുടെ അമ്മയും അനിയത്തിയും റിലേറ്റീവ്സൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് സോജയുടെ റിസപ്ഷൻ ലുക്കിൻ്റെ ഫോട്ടോസ്. അവളുടെ അച്ഛനും അമ്മേനെ വിടാൻ കൂട്ടാക്കിയില്ല കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്നായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് ഇറങ്ങിയത്. ഇതാണ് അവളുടെ അച്ഛനും അമ്മയും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കല്യാണ വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ഓക്കെ, ബൈ ബൈ.